രാത്രി പോയാ കാര്യങ്ങൾക്കൊരു ഗൗരവം ഉണ്ടാവും. അമ്മുന് കൂടെ വരേണ്ടി വരും. സഞ്ജു, നമുക്ക് പോവാം സഞ്ജു. അതാ നല്ലതാ. അങ്കിളെ, നിങ്ങൾ ഇവിടെ ഉണ്ടായാൽ മതി. എന്താവശ്യത്തിനും എന്നെ വിളിക്കണം. സ്വതി, വാ. മോനെ സഞ്ജു, എന്ത് ചെയ്യാനാ? അവൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചാലും വിധി അവളെ വിടാതെ പിന്തുടരാ. പാവമ്മ. കവിതേ, ശരിക്കും എന്താ സംഭവിച്ച കവിത? റൂമിൽ നിന്ന് ഞാൻ ഇറങ്ങി വന്നപ്പോഴേക്കും ശ്രീദേവി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടേ ഉള്ളൂ. ലച്ചു ഇല്ലാതെ മംഗലശ്ശേരിക്കാർക്ക് ഒന്നിനും കഴിയില്ലെന്നായി അല്ലേ? ഞാനിത് പ്രതീക്ഷിച്ചത് തന്നെയാ. ലച്ചുവിനെ മംഗലശ്ശേരിയിൽ എത്തിക്കാനുള്ള ശ്രീദേവിയുടെ അടവാണ് ഈ അഭിനയം. അതല്ലാതെ ശ്രീദേവിക്ക് ഒരു അസുഖവും. ശ്രീദേവി സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലാണെന്ന് അറിഞ്ഞാൽ ലച്ചുവിന് മനയിൽ നിൽക്കാനാവില്ല. ഇനി ആ അടവ് ഫലം കാണില്ല കവിത. മംഗലശ്ശേരിയിൽ എന്ത് സംഭവിച്ചാലും ലച്ചു ഇനി തിരിച്ചു വരില്ല. അതും പറഞ്ഞ് കവിത ഈ സമയം ഇങ്ങോട്ട് ഓടി വരേണ്ട കാര്യമില്ലായിരുന്നു. അതിന് വേണ്ടതൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ലച്ചുവിനെ കാണാൻ ഞാൻ മനയിൽ പോയ കാര്യം നിന്നോട് പറഞ്ഞിരുന്നില്ലേ? ലച്ചു മംഗലശ്ശേരിയിൽ പോയതിനേക്കാളും വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് ഞാൻ അവൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതേപ്പറ്റി അവളും ഇപ്പൊ ബോധവതിയാ. ഗൗരിക്ക് എന്താ ചെയ്യാൻ കഴിയുന്നത് അത് പറ. അവൾ പോകില്ലെന്ന് മാത്രം തൽക്കാലം കവിത അറിഞ്ഞാൽ മതി. ശത്രുവായിട്ടല്ല, മറിച്ച് അഭ്യുദയാകാംക്ഷയായിട്ടാ അവളോട് സംസാരിച്ചിരിക്കുന്നത്. കാവേരിയിൽ നിന്ന് അറിഞ്ഞൊരു വിവരം ഞാൻ ഇന്ന് ഗൗരിയോട് പറയാം. ശ്രീദേവിയുടെ ഇപ്പോഴത്തെ ഹെൽത്ത് കണ്ടീഷൻ പറഞ്ഞ് ലച്ചുവിനെ കൂട്ടിക്കൊണ്ടുവരാൻ സഞ്ജുവും സ്വാതിയും മനയിലേക്ക് പോയിട്ടുണ്ട്. ലച്ചു മംഗലശ്ശേരിയിലേക്ക് തിരിച്ചെത്താൻ പോവുക. അതില് ഗൗരിക്ക് ഒരു സംശയവും വേണ്ട. ഞാൻ ഇറങ്ങാ. ഇക്കാര്യത്തില് എനിക്കൊന്നും ചെയ്യാനില്ല. അങ്ങനെയെങ്കിൽ ലച്ചുവിനെ ഒതുക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. അവള് കാരണം മംഗലശ്ശേരിക്കാർക്കൊരു ഐശ്വര്യം വന്നുകൂടാ.